ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്നുള്ള സബ്ജക്റ്റിലെ മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലെ ഏറ്റവും ലെങ്തി ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് ഈ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ്. ഇതിൽ അത്യാവശ്യം പ്രോബ്ലംസും ഉണ്ട്, അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള തിയറീസുള്ള ഒരു ചാപ്റ്ററാണ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് ഗോ. മീനിങ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ? കുറച്ച് പേർക്കെങ്കിലും ഫെമിലിയർ ആയിരിക്കും എന്താണ് ഈ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ. വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ദാറ്റ് പാർട്ട് ഓഫ് ടോട്ടൽ ക്യാപിറ്റൽ. ഇതെന്താണ്? ടോട്ടൽ ക്യാപിറ്റലിൻ്റെ ഒരു പാർട്ടാണ് ശരിക്കും എന്ത് വർക്കിംഗ് ക്യാപിറ്റൽ, വിച്ച് ഈസ് നീഡഡ് ഫോർ മീറ്റിംഗ് ഡേ ടു ഡേ റിക്വയർമെൻറ്റ് ഓഫ് ബിസിനസ് കൺസേൺ. ഒരു ബിസിനസ് കൺസേണിൻ്റെ ഡേ ടു ഡേ ഓപ്പറേഷൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആ ക്യാപിറ്റലിനെ പറയുന്ന പേരാണെന്ത്? വർക്കിംഗ് ക്യാപിറ്റൽ. സോ ഞാൻ പറഞ്ഞത് എന്താണ്? വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ പാർട്ട് ഓഫ് ടോട്ടൽ ക്യാപിറ്റൽ. ടോട്ടൽ ക്യാപിറ്റലിൻ്റെ ഒരു പാർട്ടാണ്. ഇറ്റ്സ് എ പാർട്ട് ഓഫ് ടോട്ടൽ ക്യാപിറ്റൽ and which is needed for meeting the day-to-day operations of a business concern. ഒരു ബിസിനസ് കൺസേണിൻ്റെ ഡേ ടു ഡേ ഓപ്പറേഷൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്ന, അതിന് യൂസ് ചെയ്യുന്ന ക്യാപിറ്റലിനെ പറയുന്ന പേരാണെന്ത്? വർക്കിംഗ് ക്യാപിറ്റൽ. ഓക്കെ, ഡേ ടു ഡേ ഓപ്പറേഷൻസ് കേട്ടോ. ഒരു ബിസിനസ് സ്മൂത്തായിട്ട് റൺ ചെയ്യണമെങ്കിൽ അവിടെ ഡേ ടു ഡേ ഓപ്പറേഷൻസ് നല്ല രീതിയിൽ നടക്കണം, എങ്കിൽ മാത്രമാണ് അത് എന്ത് ചെയ്യുന്നു, സ്മൂത്തായിട്ട് റൺ ചെയ്യുള്ളൂ, പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ സാധിക്കുള്ളൂ. സോ അതിനായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു ക്യാപിറ്റലാണ് എന്ത്? വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് പേയ്മെൻറ്റ് ടു ക്രെഡിറ്റേഴ്സ്. നമ്മൾ എന്തെങ്കിലും റോ മെറ്റീരിയൽസോ മറ്റെന്തെങ്കിലും നമ്മൾ ക്രെഡിറ്റേഴ്സിൻ്റെ കയ്യിൽ നിന്നും നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു പീരീഡ് ഓഫ് 10 ഡേയ്സിനുള്ളിൽ തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് വാങ്ങിക്കുകയാണ്. ഓക്കെ, അപ്പം അതിൻ്റെ റീപേയ്മെൻറ്റ് എന്ന് പറയുമ്പോൾ വിത്തിൻ 10 ഡേയ്സിനുള്ളിൽ നടക്കണം. അപ്പോൾ അതിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? ഈ വർക്കിംഗ് ക്യാപിറ്റൽ ഉപയോഗിച്ചാണ് നമ്മൾ ആ എമൗണ്ടൊക്കെ, ആ ലയബിലിറ്റിയൊക്കെ മീറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇഫ് ദർ ഈസ് എനി ഷോർട്ടേജ് ഇൻ റോ മെറ്റീരിയൽസ്, നമ്മുടെ സ്റ്റോറിൽ റോ മെറ്റീരിയൽസിൻ്റെ സ്റ്റോക്ക് തീരെ ഇല്ല, കുറവാണ്. റോ മെറ്റീരിയൽസ് കുറഞ്ഞ പ്രൊഡക്ഷൻ അവിടെ സ്റ്റോപ്പ് ആവില്ലേ? അപ്പോൾ പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ആവാതിരിക്കാൻ ഇനി റോ മെറ്റീരിയൽസ് ഷോർട്ടേജ് വരുമ്പം അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? അത് പർച്ചേസ് ചെയ്യണം. ഈ പർച്ചേസ് ചെയ്യണമെങ്കിൽ എന്താവശ്യമാണ്? ക്യാപിറ്റൽ ആവശ്യമില്ലേ? അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? വർക്കിംഗ് ക്യാപിറ്റൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സാലറി പെയ്ഡ് ടു വർക്കേഴ്സ്. നമ്മളുടെ ഓർഗനൈസേഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് എലമെൻ്റാണ് ആര്? വർക്കേഴ്സ്. ഈ വർക്കേഴ്സിനെ നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്യണമെങ്കിൽ അവരെ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് സാലറി കൊടുക്കണം. അപ്പോൾ ഈ സാലറി കൊടുക്കാൻ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? വർക്കിംഗ് ക്യാപിറ്റൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് എ പാർട്ട് ഓഫ് ടോട്ടൽ ക്യാപിറ്റൽ ആൻഡ് വിച്ച് ഈസ് യൂസ്ഡ് ടു കൺസിഡർ ദ ഡേ ടു ഡേ റിക്വയർമെൻറ്റ് ഓഫ് എ ബിസിനസ് കൺസേൺ. ഒരു ബിസിനസ്സിൻ്റെ ഡേ ടു ഡേ ഓപ്പറേഷൻസൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണെന്ത്? വർക്കിംഗ് ക്യാപിറ്റൽ. ആൻഡ് ഇറ്റ് ക്യാൻ ബി ഈസിലി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ്. ഇത് നമുക്ക് പെട്ടെന്ന് പണമാക്കി മാറ്റാൻ സാധിക്കും. അതിന് പറയാൻ കാരണം നിങ്ങൾക്ക് ചിലരൊക്കെങ്കിലും ഒരു ധാരണ വന്നിട്ടുണ്ടായിരിക്കും, ഈ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ഇൻ ദ ഫോം ഓഫ് ക്യാഷിൻ്റെ ഫോമിൽ മാത്രമല്ല ഉണ്ടായിരിക്കുള്ളൂ കേട്ടോ. അതെന്താണ്? ഇപ്പോൾ സ്റ്റോക്ക് നമ്മൾ കുറേ വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ അതെന്താണ്? നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ തന്നെയാണ്. അപ്പോൾ ഭാവിയിൽ നമ്മളെ റോ മെറ്റീരിയൽസിന് വില കൂടാൻ, ഇപ്പോൾ അടുത്ത് തന്നെ വില കൂടാൻ പോകുന്നുണ്ട് എന്നുള്ള ന്യൂസ് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അറ്റ് ദ ടൈം, ഈ സെയിം ടൈം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? റോ മെറ്റീരിയൽസ് കുറച്ച് ബൾക്കായിട്ട് വാങ്ങി വയ്ക്കും. എന്താ? ഭാവിയിലുള്ള ആ പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? ലോസ് ഉണ്ടാവുമല്ലോ. അത് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ തന്നെ കുറേ നമ്മളെന്ത് വാങ്ങുന്നുണ്ട്? റോ മെറ്റീരിയൽസ് വാങ്ങി വെക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതും എന്താണ്? ഇറ്റ് ഈസ് ഓൾസോ ഇൻ ദ ഫോം ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. ഇതും വർക്കിംഗ് ക്യാപിറ്റൽ തന്നെയാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ വർക്കിംഗ് ക്യാപിറ്റൽ എന്തെന്ന് പറയാം? ഷോർട്ട് ടേം ക്യാപിറ്റൽ എന്ന് പറയാം. ഒരു ഷോർട്ട് പീരീഡിന് വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് എന്ത് ക്യാപിറ്റലാണ്? ഷോർട്ട് ടേം ക്യാപിറ്റലാണ്. ഓക്കെ, അപ്പോൾ എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്നുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തു, കൃത്യമായിട്ട് മനസ്സിലായി. ഇനി നമുക്കതിൻ്റെ ഡെഫിനേഷനിലേക്ക് പോകാം. ഓക്കെ, ഡെഫിനേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഷുബിൻ അദ്ദേഹം ഡിഫൈൻ ചെയ്തിട്ടുള്ള ഏറ്റവും വളരെ എളുപ്പമുള്ളൊരു ഡെഫിനേഷനാണ് വർക്കിംഗ് ക്യാപിറ്റൽ കേട്ടോ. അപ്പോൾ എന്താണ് ഇവിടെ വർക്കിംഗ് ക്യാപിറ്റൽ? വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ദ എമൗണ്ട് ഓഫ് ഫണ്ട്സ് നെസസറി ടു കവർ ദ കോസ്റ്റ് ഓഫ് ഓപ്പറേറ്റിംഗ് ദ എൻ്റർപ്രൈസ്. ശ്രദ്ധിക്കുക, എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ഫണ്ട്സ്. നമ്മൾ യൂസ് ചെയ്യുന്ന ഫണ്ട് തന്നെയാണ്. എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു? നെസസറി ടു കവർ ദ കോസ്റ്റ് ഓഫ് ഓപ്പറേറ്റിംഗ് ദ എൻ്റർപ്രൈസ്. ഒരു എൻ്റർപ്രൈസസ് ഡേ ടു ഡേ ഓപ്പറേഷൻസ് നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ അവർക്ക് ഒരുപാട് കോസ്റ്റുകളവിടെ വരുന്നുണ്ട്. ഈ കോസ്റ്റൊക്കെ കവർ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഫണ്ടിനെ പറയുന്ന പേരാണെന്ത്? വർക്കിംഗ് ക്യാപിറ്റൽ.
ഓക്കെ, കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മളെ കോസ്റ്റുകളൊക്കെ കവർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫണ്ടാണ് എന്ത്, വർക്കിംഗ് ക്യാപിറ്റൽ. ഓക്കെ, ഇനി വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ഓൾസോ നോൺ ആസ് ഒരുപാട് പേരുകളുണ്ട്, അതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചിലപ്പോൾ ഈ പേരുകളൊക്കെയാണ് തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ? വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ഓൾസോ നോൺ ആസ് സർക്കുലേറ്റിംഗ് ക്യാപിറ്റൽ. എന്താണ് മറ്റൊരു പേര്? സർക്കുലേറ്റിംഗ് ക്യാപിറ്റൽ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഓക്കെ, സർക്കുലേറ്റിംഗ് ക്യാപിറ്റൽ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ മറ്റൊരു പേരുകളാണെന്ത്? സർക്കുലേറ്റിംഗ് ക്യാപിറ്റൽ. എന്താണ് സർക്കുലേറ്റിംഗ് ക്യാപിറ്റൽ? അതുപോലെ തന്നെ റിവോൾവിംഗ് ക്യാപിറ്റൽ, ഫ്ലോട്ടിംഗ് ക്യാപിറ്റൽ, ലിക്വിഡ് ക്യാപിറ്റൽ, ഓപ്പറേറ്റിംഗ് ക്യാപിറ്റൽ. ഇതൊക്കെയാണ് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ അനദർ നെയിംസ്. അപ്പോൾ ഇതെന്താണ് ഈ സർക്കുലേറ്റിംഗ് ക്യാപിറ്റൽ എന്ന് പറയണമെന്ന് മനസ്സിലായോ? അപ്പോൾ സർക്കുലേറ്റ് ചെയ്യുന്നൊരു ക്യാപിറ്റലാണ് വർക്കിംഗ് ക്യാപിറ്റൽ. അതായത് നമ്മുടെ കയ്യിൽ ക്യാഷ് ഉള്ളത് നമ്മൾ എന്താക്കി മാറ്റുന്നുണ്ട്, സ്റ്റോക്കാക്കി മാറ്റും. ഓക്കെ, ഈ സ്റ്റോക്കിന് നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നുണ്ട്, അതായത് വർക്കിംഗ് പ്രോഗ്രസ്സിലൂടെ എന്താക്കി മാറ്റുന്നുണ്ട്, ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി മാറ്റുന്നുണ്ട്. ഈ ഫിനിഷ്ഡ് ഗുഡ്സ് നമ്മൾ ആ കസ്റ്റമേഴ്സിന് വിൽക്കുന്നുണ്ട്. വിൽക്കുമ്പോൾ അവർ നമ്മുടെ ഡെറ്റേഴ്സ് ആവും. ഈ ഡെറ്റേഴ്സ് കുറച്ച് ദിവസം കഴിഞ്ഞാൽ പൈസ ഇല്ലേ, വീണ്ടും ഇതെന്തായി മാറുന്നുണ്ട്, ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോസസ്സാണ്, ഇങ്ങനെ ഒരു സർക്കിളായിട്ട് നടക്കുന്ന ഈ പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെ ഇത് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഒരു സർക്കുലേറ്റിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ അനദർ നെയിംസ് ഫ്ലോട്ടിംഗ് ക്യാപിറ്റൽ, റിവോൾവിംഗ് ക്യാപിറ്റൽ, സർക്കുലേറ്റിംഗ് ക്യാപിറ്റൽ ആൻഡ് ഓപ്പറേറ്റിംഗ് ക്യാപിറ്റൽ എന്നൊക്കെ വർക്കിംഗ് ക്യാപിറ്റൽ അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ അനദർ നെയിംസ് എന്ന് ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നാച്ചർ ഓഫ് വർക്കിംഗ് ക്യാപിറ്റലാണ്. നാച്ചർ വളരെ എളുപ്പമുള്ള നാച്ചറാണ് വർക്കിംഗ് ക്യാപിറ്റലിന്. ഇതൊക്കെയാണ് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ നാച്ചർ എന്ന് പറയുമ്പോൾ, ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് ദ പാർട്ട് ഓഫ് ടോട്ടൽ ക്യാപിറ്റൽ. നമ്മുടെ ടോട്ടൽ ക്യാപിറ്റലിൻ്റെ ഒരു പാർട്ടിനെ പറയുന്ന പേരാണെന്ത്, വർക്കിംഗ് ക്യാപിറ്റൽ. ഇറ്റ് ഈസ് ദ പാർട്ട് ഓഫ് ടോട്ടൽ ക്യാപിറ്റൽ. ഓക്കെ, ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഇറ്റ് ഈസ് ദ എമൗണ്ട് ഇൻവെസ്റ്റഡ് ഇൻ കറണ്ട് അസറ്റ്. കറണ്ട് അസറ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിനെ പറയുന്ന പേരാണെന്ത്, വർക്കിംഗ് ക്യാപിറ്റൽ. എമൗണ്ട് ഇൻവെസ്റ്റഡ് ഇൻ കറണ്ട് അസറ്റ്. അതുപോലെ തന്നെ ദ ലെവൽ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ഡിറ്റർമൈൻ എ ഫേംസ് ലിക്വിഡിറ്റി പൊസിഷൻ. എന്ത് ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട്, വർക്കിംഗ് ക്യാപിറ്റൽ ഒരു ഫേമിൻ്റെ ലിക്വിഡിറ്റി പൊസിഷൻ ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ പറയാൻ കാരണം എന്താണ് ഈ ലിക്വിഡിറ്റി? ലിക്വിഡിറ്റി എന്ന് പറയുമ്പോൾ അവൈലബിലിറ്റി ഓഫ് ക്യാഷ്, ഈസിലി അവൈലബിലിറ്റി ഓഫ് ക്യാഷ്, പെട്ടെന്ന് പണം എടുക്കാൻ കഴിയുന്നൊരവസ്ഥയാണ് എന്ത്, ലിക്വിഡിറ്റി. അപ്പോൾ ഏതൊക്കെ ലിക്വിഡ് അസറ്റുകൾ? ക്യാഷ് ഒരു ലിക്വിഡ് അസറ്റ്, ഏറ്റവും ലിക്വിഡായിട്ടുള്ളൊരു അസറ്റ് ക്യാഷാണ്. അതുപോലെ നമുക്ക് പറയാം ഗോൾഡ് ഒരു ലിക്വിഡ് അസറ്റാണ്, പെട്ടെന്ന് കണാക്കി മാറ്റാം. സ്റ്റോക്ക് ഒരു ലിക്വിഡ് അസറ്റാണ്, വിത്തിൻ ടൈം പീരീഡിനുള്ളിൽ, ഷോർട്ട് പീരീഡിനുള്ളിൽ നമുക്ക് എന്താക്കി കൺവേർട്ട് ചെയ്യാം, ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യാൻ കഴിയുന്നതാണ് എന്ത്, ലിക്വിഡ് അസറ്റുകൾ. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ പൊസിഷൻ നമുക്ക് എന്ത് ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട്, ആ ഫേമിന് ഒരുപാട് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ സോഴ്സസ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും ഫേമിൻ്റെ ലിക്വിഡിറ്റി പൊസിഷൻ എന്താണ്, സേഫാണ്. എന്നാൽ വർക്കിംഗ് ക്യാപിറ്റൽ വളരെ കമ്മിയാണ്, ഓർഗനൈസേഷൻ വളരെ കുറച്ചാണെങ്കിൽ നമുക്ക് എന്ത് അനലൈസ് ചെയ്യാം, ലിക്വിഡിറ്റി പൊസിഷൻ വളരെ ബാഡാണെന്ന് അനലൈസ് ചെയ്യാം. അപ്പോൾ ഒരു ഫേമിൻ്റെ ലിക്വിഡിറ്റി പൊസിഷൻ അനലൈസ് ചെയ്യാൻ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, വർക്കിംഗ് ക്യാപിറ്റൽ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ദീസ് ആർ ഫിനാൻസ്ഡ് ത്രൂ ഷോർട്ട് ടേം സോഴ്സസ്. നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ് ഇത്, നമ്മൾ ഫിനാൻസ് ചെയ്യുന്നത് ഷോർട്ട് ടേം സോഴ്സസിലൂടെയാണ്. ഓക്കെ, ആൻഡ് ഫിഫ്ത്ത് വൺ ഈസ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അതിൽ കുറേ മാനേജ്മെൻറ്റുകളുണ്ട്. ഇതൊക്കെ നമുക്ക് പഠിക്കാനുള്ളതാണ് കേട്ടോ ഈ ചാപ്റ്ററിൽ. ഈ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ക്യാഷ് മാനേജ്മെൻറ്റ്, അതുപോലെ റിസീവബിൾസ് മാനേജ്മെൻറ്റ്, പേയബിൾ മാനേജ്മെൻറ്റ്, ഇൻവെൻ്ററി മാനേജ്മെൻറ്റ്, ഇത്തരം മാനേജ്മെൻറ്റൊക്കെ ഉള്ളതാണ് എന്ത്, വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ്. ശ്രദ്ധിക്കുക ഏതൊക്കെയാണ്, ക്യാഷ് മാനേജ്മെൻറ്റ്, റിസീവബിൾസ് മാനേജ്മെൻറ്റ്, പേയബിൾസ് മാനേജ്മെൻറ്റ്, ഇൻവെൻ്ററി മാനേജ്മെൻറ്റ്, ഇതൊക്കെ ഉൾപ്പെട്ടിട്ടുള്ളതാണ് എന്ത്, വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ്. അപ്പോൾ നമ്മളിതിൻ്റെ 5 നാച്ചർ ഡിസ്കസ് ചെയ്തു. എന്താണ് ഇപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ? ഇറ്റ്സ് എ ടോട്ടൽ പാർട്ട് ഓഫ് ദി ക്യാപിറ്റൽ ആൻഡ് ഫിനാൻസ്ഡ് ടു ഷോർട്ട് ടേം സോഴ്സസ്. ആൻഡ് ഇതെന്ത് അനലൈസ് ചെയ്യുന്ന, ഫേമിൻ്റെ ലിക്വിഡിറ്റി പൊസിഷൻ അനലൈസ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിൽ ഒരുപാട് മാനേജ്മെൻറ്റ് ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, ഇനി അനദർ ഒരു നാച്ചുറായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ, കറണ്ട് അസറ്റ് ആർ ഇൻ്റർ റിലേറ്റഡ് ടു ഈച്ച് അതർ. ഇവിടെ കറണ്ട് അസറ്റ് എന്ന് പറയുമ്പോൾ അവിടെ ഒരുപാട് കറണ്ട് അസറ്റ് ഓർഗനൈസേഷൻ ഉണ്ടെങ്കിൽ ആ കറണ്ട് അസറ്റുകളൊക്കെ പരസ്പരം ഇൻ്റർ റിലേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു കറണ്ട് അസറ്റിൽ വരുന്ന മാറ്റം മറ്റൊരു കറണ്ട് അസറ്റിനെ എഫക്റ്റ് ചെയ്യും എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഒരു കറണ്ട് അസറ്റിൽ വരുന്ന മാറ്റം മറ്റൊരു കറണ്ട് അസറ്റിനെ എഫക്റ്റ് ചെയ്യുന്നു. ഓക്കെ, അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്റ്റോക്കും ഡെറ്ററും. സ്റ്റോക്ക് കൂടുന്നു, സ്റ്റോക്ക് കൂടി, അപ്പോൾ സ്റ്റോക്ക് കൂടിക്കഴിഞ്ഞാൽ ആക്ച്വലി അവിടെ എന്താ, ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ സ്റ്റോക്കാണ് കൂടുന്നത് വിചാരിക്കാം.
ഫിനിഷ്ഡ് ഗുഡ്സ് ഇവിടെ സ്റ്റോക്ക് കൂടിയിട്ട് കാര്യമില്ല, അത് നമ്മൾ എന്ത് ചെയ്യണം, വിൽക്കണം. സെയിൽസ് നടത്തിയാലേ നമുക്ക് എന്ത് ചെയ്യുന്നു, ക്യാഷായിട്ട് അത് തിരിച്ച് കൺവേർട്ട് ചെയ്യപ്പെടുള്ളൂ. അപ്പോൾ ഡെറ്റർ വളരെ കുറവും എന്താണ് സ്റ്റോക്ക് കൂടുതലാവുന്നു. ഒരു നല്ല പൊസിഷനാണോ? അല്ല. ഒന്നിനുണ്ടാകുന്ന മാറ്റം മറ്റൊന്നിനെ എഫക്റ്റ് ചെയ്യുന്നില്ലേ? ഇനി മറ്റൊരു വേല് പറയുകയാണെങ്കിൽ സ്റ്റോക്ക് കുറവാണ്, അതായത് ഫിനിഷ്ഡ് ഗുഡ്സ് ആവുന്നതിനനുസരിച്ച് സെയിൽസ് നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എന്താണ്, ഒന്നിലുണ്ടാകുന്ന മാറ്റം കൊണ്ട് മറ്റൊന്നിനെ വളരെയധികം എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ദർ ആർ മേജർ 2 കോൺസെപ്റ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. ഇത് നമുക്ക് നന്നായിട്ട് പഠിക്കാനുള്ള ഒന്നാണ് കേട്ടോ. വർക്കിംഗ് ക്യാപിറ്റൽ മെയിൻ 2 കോൺസെപ്റ്റ്, ഒന്ന് നെറ്റ് കോൺസെപ്റ്റും നെക്സ്റ്റ് വൺ ഈസ് ഗ്രോസ് കോൺസെപ്റ്റും. അപ്പോൾ ഗ്രോസ് കോൺസെപ്റ്റ് പ്രകാരം എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്നും നെറ്റ് കോൺസെപ്റ്റ് പ്രകാരം എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്നൊക്കെ നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇത്ര മനസ്സിലാക്കി വയ്ക്കുക. വർക്കിംഗ് ക്യാപിറ്റൽ 2 കോൺസെപ്റ്റ് ഉണ്ട്, ഒന്ന് ഗ്രോസ് കോൺസെപ്റ്റും രണ്ടാമത്തത് നെറ്റ് കോൺസെപ്റ്റ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ എന്താണ് അതിൻ്റെ നാച്ചർ എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് കമ്പോണൻസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റലിൽ 2 കമ്പോണൻ്റാണ് ഉള്ളത്. ഓക്കെ, ഒന്ന് കറണ്ട് അസറ്റും 2 കറണ്ട് ലയബിലിറ്റിയും. ശ്രദ്ധിക്കുക കേട്ടോ, ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. കോൺസെപ്റ്റ് വർക്കിംഗ് ക്യാപിറ്റലിൽ 2 എണ്ണമാണ്, നെറ്റും ഗ്രോസും. കമ്പോണൻസ് 2 എണ്ണമാണ്, കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയും. ഇത് അങ്ങോട്ട് കൂടെ മാറാണ്ട് ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ എന്താണ് കറണ്ട് അസറ്റ്? കറണ്ട് അസറ്റ് എന്ന് പറയുമ്പോൾ കറണ്ട് അസറ്റ് ആർ ദോസ് അസറ്റ് വിച്ച് ക്യാൻ ബി ഈസിലി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ്. പെട്ടെന്ന് പണമാക്കി മാറ്റാൻ കഴിയുന്ന അസറ്റിനെ പറയുന്ന പേരാണെന്ത്? കറണ്ട് അസറ്റ്. കറണ്ട് അസറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്കത് പെട്ടെന്ന് പണമാക്കി മാറ്റാൻ സാധിക്കുന്നുണ്ട്. കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ് വിത്തിൻ 1 ഇയർ, അതായത് 1 വർഷത്തിനുള്ളിൽ തന്നെ നമുക്കത് എന്തായി കൺവേർട്ട് ചെയ്യാം, ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യാൻ കഴിയുന്നെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഷോർട്ട് പീരീഡിനുള്ളിൽ ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യാൻ കഴിയുന്നെങ്കിൽ അതെന്താണ്? കറണ്ട് അസറ്റാണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്യാഷാണ് ഏറ്റവും നമ്പർ 1 ആയിട്ട് നിൽക്കുന്ന എന്ത്? കറണ്ട് അസറ്റ്. പിന്നെ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്, നമ്മളെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ചില ഷോർട്ട് ടേം സെക്യൂരിറ്റീസ്, അതുപോലെ അക്കൗണ്ട് റിസീവബിൾസ്, ഇൻവെൻ്ററി എന്ന് പറയുമ്പോൾ സ്റ്റോക്ക്, ഇതൊക്കെ പെട്ടെന്ന് പണമാക്കി മാറ്റാൻ കഴിയില്ലേ? ഇതാണ് എന്ത്? കറണ്ട് അസറ്റ്. കറണ്ട് അസറ്റ് ആർ ദോസ് അസറ്റ് വിച്ച് ക്യാൻ ബി ഈസിലി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ്. പെട്ടെന്ന് പണമാക്കി മാറ്റാൻ കഴിയും. എക്സാമ്പിൾ ക്യാഷ്, സ്റ്റോക്ക്, ബിൽസ് റിസീവബിൾസ് എക്സെട്ര. ഇനി ഇപ്പോൾ എന്താണ് കറണ്ട് അസറ്റ്? ആദ്യത്തെ കമ്പോണൻ്റ് ആയിട്ടുള്ള കറണ്ട് അസറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ്? കറണ്ട് ലയബിലിറ്റി എന്താണെന്നാണ്. അപ്പോൾ കറണ്ട് ലയബിലിറ്റി നേരെ ഇതിൻ്റെ തിരിച്ചാവും. കറണ്ട് ലയബിലിറ്റീസ് ആർ ദോസ് ലയബിലിറ്റീസ് വിച്ച് ക്യാൻ ബി പെയ്ഡ് വിത്തിൻ 1 ഇയർ. 1 വർഷത്തിനുള്ളിൽ നമുക്ക് ആ ലയബിലിറ്റി മീറ്റ് ചെയ്യാൻ കഴിയുന്നെങ്കിൽ അതിനെ പറയുന്ന പേരാണ് കറണ്ട് ലയബിലിറ്റി. ചെറിയ ബാധ്യതയാണ്, 1 വർഷത്തിനുള്ളിൽ നമ്മൾ മീറ്റ് ചെയ്താൽ മതിയായിരിക്കും. ഓക്കെ, വിത്തിൻ 1 ഇയറിനുള്ളിൽ നമ്മളതിൻ്റെ പേയ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ അതിനെ പറയുന്ന പേരാണെന്ത്? കറണ്ട് ലയബിലിറ്റി. ഓക്കെ, ഒരു ഷോർട്ട് ടേം ലയബിലിറ്റിയാണ്, ചെറിയൊരു ബാധ്യതയാണ്. എക്സാമ്പിൾ ഒന്ന് നോക്കിയേ, എന്തൊക്കെയാണ് അതിന് എക്സാമ്പിൾ? അക്കൗണ്ട് പേയബിൾ നമ്മൾ കൊടുക്കാനുള്ളതാണ് കേട്ടോ. ബിൽസ് പേയബിൾ, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. എന്താ ഈ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്? ബാങ്കിൽ നിന്ന് നമ്മൾ ലോൺ എടുക്കും, അതായത് ഇപ്പോൾ 1 കോടി രൂപയൊക്കെ ലോൺ എടുത്തു കഴിഞ്ഞാൽ അതൊരു എന്താണ്? കറണ്ട് ലയബിലിറ്റി അല്ല. എന്താണ് 1 കോടി രൂപയൊക്കെ നമുക്ക് 1 വർഷത്തിനുള്ളിൽ അടച്ചു തീർക്കാൻ പറ്റുമോ? ഇല്ല, അതിനൊക്കെ ഷോർട്ട് അല്ല ലോങ് പീരീഡ് ആവശ്യമാണ്. എന്നാലും ഒരു 10,000, ഒരു 15,000 ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നതെങ്കിൽ ഒരു ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിനുള്ളിൽ, അതായത് വിത്തിൻ 1 ഇയറിനുള്ളിൽ നമുക്ക് അടച്ചു തീർക്കാൻ സാധിക്കും. ഇത്തരത്തിലുള്ള ബാധ്യതയാണെന്ത്? കറണ്ട് ലയബിലിറ്റി. അതുപോലെ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്, നമ്മളെന്തെങ്കിലും സാലറിയോ വേജസോ ആൾക്കാർക്ക് കൊടുക്കാൻ പെൻഡിങ് വെക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ എന്താണ്? കറണ്ട് ലയബിലിറ്റിയാണ്. അപ്പോൾ കറണ്ട് ലയബിലിറ്റിയാണ് 2ാമത്തെ കമ്പോണൻ്റ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ 2 കമ്പോണൻ്റ് പഠിച്ചു, കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയും. നെക്സ്റ്റ് നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ് കോൺസെപ്റ്റ്. വർക്കിംഗ് ക്യാപിറ്റലിന് 2 ഇമ്പോർട്ടൻ്റ് കോൺസെപ്റ്റ് ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ കോൺസെപ്റ്റ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ കോൺസെപ്റ്റ്. എന്താണ് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ കോൺസെപ്റ്റ്? ഇപ്പം നിങ്ങളോട് ചോദിക്കും, ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ കോൺസെപ്റ്റ് പ്രകാരം വർക്കിംഗ് ക്യാപിറ്റൽ ഡിഫൈൻ ചെയ്യാൻ പറയുമ്പോൾ വളരെ എളുപ്പമാണ്. ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ കോൺസെപ്റ്റ് പ്രകാരം വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ടോട്ടൽ എമൗണ്ട് ഇൻവെസ്റ്റഡ് ഇൻ കറണ്ട് അസറ്റ്. ഇവിടെ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ എന്താണ്? മൊത്തം കറണ്ട് അസറ്റിനെ പറയുന്ന പേരാണെന്ത്? ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ കോൺസെപ്റ്റ് പ്രകാരം വർക്കിംഗ് ക്യാപിറ്റൽ. ഓക്കെ, അവിടെ എന്താണ്? വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ കറണ്ട് അസറ്റ് തന്നെയാണ്. എന്നാൽ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ കോൺസെപ്റ്റ് പ്രകാരമോ? നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ കോൺസെപ്റ്റ് പ്രകാരം വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ദ ഡിഫറൻസസ് ബിറ്റ്വീൻ കറണ്ട് അസറ്റ് ആൻഡ് കറണ്ട് ലയബിലിറ്റി. കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റീസും തമ്മിലുള്ള ഡിഫറൻസസിനെ പറയുന്ന പേരാണെന്ത്? വർക്കിംഗ് ക്യാപിറ്റൽ. ഏത് കോൺസെപ്റ്റ് പ്രകാരം? നെറ്റ് കോൺസെപ്റ്റ് പ്രകാരം. ഓക്കെ, ഇനി ഇതിനെക്കുറിച്ചുള്ള ഒരു
ഷോർട്ട് നോട്ടാണ്. ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ എന്താണ്? ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ റെഫേഴ്സ് ടു ഫേംസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ കറണ്ട് അസറ്റ്. ഫേം കറണ്ട് അസറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയെങ്കിൽ അതിനെ പറയുന്ന പേരാണെന്ത്? ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ. എക്സാമ്പിൾ ഇനി പറയേണ്ട കാര്യമില്ലല്ലോ. ക്യാഷ്, ഡെറ്റേഴ്സ്, ബിൽസ് റിസീവബിൾസ് ഒക്കെയാണ് ഇതിന് എക്സാമ്പിൾ. അപ്പോൾ നെറ്റ് കോൺസെപ്റ്റ് പ്രകാരം അതിൽ പറയുന്നത് ഡിഫറൻസസ് ബിറ്റ്വീൻ കറണ്ട് അസറ്റ് ആൻഡ് കറണ്ട് ലയബിലിറ്റി. ഇനി ഇവരിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നെറ്റ് കോൺസെപ്റ്റ് പ്രകാരം 2 രീതിയിലുള്ള വർക്കിംഗ് ക്യാപിറ്റൽ ഓർഗനൈസേഷനിൽ ഉണ്ടാകുന്നുണ്ട്. ഒന്ന് പോസിറ്റീവും രണ്ടാമത് നെഗറ്റീവും. പോസിറ്റീവ് എന്ന് പറയുമ്പോൾ എക്സസ് ഓഫ് കറണ്ട് അസറ്റ് ഓവർ കറണ്ട് ലയബിലിറ്റി. അപ്പോൾ കറണ്ട് അസറ്റ് കറണ്ട് ലയബിലിറ്റീനേക്കാൾ കൂടുതലാണെങ്കിൽ അതെന്താണ്? പോസിറ്റീവ് വർക്കിംഗ് ക്യാപിറ്റലാണ്. ഓക്കെ. അപ്പോൾ എന്താണ് നെഗറ്റീവ്? നേരെ ഇതിൻ്റെ തിരിച്ച് വിപരീതമാണ് വരിക. എന്താണ്? ഏത് എക്സസ്സായി നിൽക്കുന്നുണ്ട്? കറണ്ട് ലയബിലിറ്റീസ് ആർ ഇൻ എക്സസ് ഓഫ് കറണ്ട് അസറ്റ്സ്. കറണ്ട് ലയബിലിറ്റീസ് ആർ ഇൻ എക്സസ് ഓഫ് കറണ്ട് അസറ്റ്. കറണ്ട് അസറ്റിനേക്കാൾ കൂടുതൽ കറണ്ട് ലയബിലിറ്റി ആണെങ്കിൽ അതെന്താണ്? നെഗറ്റീവ് കോൺസെപ്റ്റാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ. അപ്പോൾ 2 കോൺസെപ്റ്റ് ഉണ്ട് വർക്കിംഗ് ക്യാപിറ്റലിന്. ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ കോൺസെപ്റ്റും നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ കോൺസെപ്റ്റും. ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്തത് എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ, അതിൻ്റെ മീനിങ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഡെഫിനിഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു ഇല്ലേ? എന്താണ് അതിൻ്റെ മീനിങ്, അതിൻ്റെ ഡെഫിനിഷൻസ്, പിന്നെ അതിൻ്റെ ഓൾസോ നോണസ് ഒരുപാട് പേരുകൾ പറഞ്ഞു. നാച്ചർ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ അതിൻ്റെ കമ്പോണൻസ് ശ്രദ്ധിക്കുക, കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റീസും. പിന്നെ നമ്മൾ അതിൻ്റെ എന്താണ് കോൺസെപ്റ്റ്, അതായത് നെറ്റ് കോൺസെപ്റ്റും ഗ്രോസ് കോൺസെപ്റ്റും. ഓക്കെ.